അടിപൊളി സൂപ്പർ എടുത്താൽ നിങ്ങൾക്ക് കർഷകനെയും കൃഷിയിടവും നേരിട്ട് കണ്ട് അതുമാത്രമല്ല കൃഷി നേരിട്ട് ചെയ്ത് ആസ്വദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനൊരു അവസരമാണ് നമ്മളിപ്പോൾ ഒരുക്കുന്നത്. അപ്പോൾ എടപ്പറമ്പിൽ ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീമോൻ മാത്യു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 50 വർഷത്തിലേറെയായിട്ട് കൃഷി മാത്രം തൊഴിലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലാണെങ്കിൽ പലതരത്തിലുള്ള പല വിധത്തിലുള്ള കൃഷികളുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കൃഷിയിടത്തിൻ്റെ വിസിറ്റ് കൂടി നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായ കാഴ്ചകളിലേക്ക് പോകാം. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ ഒരു ജോഷി. എത്ര നാളായിട്ടാണ് ഇത്തരത്തിലെ കൃഷി നമ്മൾ തുടങ്ങിയിട്ട്? കൃഷി തുടങ്ങിയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ 5 വയസ്സിൽ കൃഷിക്ക് ഇറങ്ങിയാളാണ്. പാടത്ത് അന്ന് ഞങ്ങൾക്ക് കണ്ടമാനം കൃഷി ഉണ്ടായി. നെൽകൃഷി മെയിനായിട്ട്. പണ്ടൊക്കെ എല്ലായിടത്തും നെൽകൃഷിയാണല്ലോ. അതെ 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 അതെ. നമ്മുടെ അപ്പച്ചൻ നേരത്തെ വെച്ചുപോയി. അപ്പോൾ അതായത് ഞങ്ങൾക്ക് കണ്ടമാനം കൃഷി ഉണ്ടായി. അപ്പൂപ്പനായിരുന്നു കൃഷിയുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ചേരാലിൻ്റെ എറണാകുളം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരാളായിരുന്നു. മാണിക്കിത്താൻ ബർദുണ്ണി എന്ന് പറഞ്ഞാണ് അപ്പൂപ്പൻ്റെ പേര്. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ കൃഷിയുള്ളത്? ഇപ്പം ഇവിടെ ഞങ്ങൾ പയർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. വേറെ എനിക്ക് പല കൃഷിയുണ്ട്. നെല്ലുണ്ട്, വാഴയുണ്ട്, വള്ളിപ്പയറുണ്ട്. ഇതിപ്പോൾ ഇട്ടിട്ടൊരു 32 ദിവസമാണുള്ളൂ. 32 ദിവസം പ്രായമുള്ളതാണല്ലേ? ഇതിപ്പോ ഒരു ഞങ്ങള് 1000 കടയിട്ടുണ്ട്. 1000 കുഴി. ഈ ചുറ്റും ഇങ്ങനെ കളച്ചിടുന്നുണ്ടല്ലോ, അത് മണ്ണിളക്കം കിട്ടാൻ വേണ്ടിയാണ്. ഇതിപ്പോ 3ാമത്തെ മൂടലാണ്. ആരെങ്കിലും പറഞ്ഞ വിശ്വസിക്കോ? ഇനി ഒരു മുടലോടെ മൂടും ഞങ്ങള്. ഒരു മൂടോട് മൂടൂല്ലേ? ഇത്തരത്തില് മണ്ണ് അളക്കണ വേര് ഇറങ്ങാൻ വേണ്ടിയാണ്. മണ്ണിളക്കി ഇട്ട് വെക്കണം. വേരിളകാൻ മണ്ണിളക്കി ശരിക്ക്, അപ്പോഴാണ് മേരിന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. ഈ കാണുന്ന വെള്ളപ്പൊടി നമ്മുടെ കുമ്മായം. അത് കുമ്മായം. ഇതിനപ്പോ കുമ്മായം ഞങ്ങളിത് നടനേക്കാൾ മുമ്പ് ശരിക്കും ഇങ്ങനെ കുഴി താത്തി കുമ്മായം ഇട്ടിട്ട് മൂടിയിടും. ആ മൂടിയിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങള് പയർ നടുള്ളൂ. അത് 2 അല്ലെങ്കിൽ 3 പയറാണുള്ളൂ. ഒരു വാഴയുടെ അകലത്തിലാണ് പയറിടുന്നത്. സാധാരണ ഇപ്പൊ കൃഷി എന്ന് പറയുമ്പോ നെൽകൃഷി, പിന്നെ പയറ്, പിന്നെ എന്തൊക്കെ ചെയ്യാറ്? വാഴയുണ്ട്, പച്ചക്കറി ഐറ്റംസ് എല്ലാ കൃഷിയുണ്ട്. അതുപോലെ തന്നെ കപ്പ. ഇപ്പൊ ഈ സ്ഥലത്ത് കഴിഞ്ഞ തവണ കപ്പയായിരുന്നു. മൊത്തം കപ്പയായിരുന്നു. ഈ കാണുന്ന പയറിൽ നിന്നും എത്ര ദിവസം കഴിയുമ്പോ നമുക്ക് വരുമാനം? ഇതിപ്പോ ഒരു 45-50 ദിവസം കഴിയുമ്പോഴേക്ക് വരുമാനമാവും. അതിനുള്ള വളങ്ങളാണ് ഞങ്ങൾ ഈ ചെയ്യണേ. അങ്ങനല്ലേ? അതിനുള്ള വളങ്ങിന്റെ ഇപ്പൊ രാസവളം അല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഇത് ശരിക്ക് ചാണകപ്പൊടി, ആട്ടിൻകാട്ടം, ട്രൈക്കോഡ്രൈമ, അതൊക്കെ ഞങ്ങളിവിടെ ഉണ്ടാക്കി നമ്മളിവിടെ ഉണ്ടാക്കാണ് ആ സാധനങ്ങളൊക്കെ. പിന്നെ പച്ചില മരുന്നുകളാണ് ഞങ്ങൾ അടിക്കുന്നത്. ഇലക്കഷായങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അത് എന്തൊക്കെയാ? ഇലക്കഷായങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങള് കൊന്നയുടെ ഇല ചീച്ച് കൊന്നയുടെ ഇല അടിക്കും. അതുപോലെ തന്നെ കപ്പങ്ങയുടെ ഇല, അതുപോലെ തന്നെ കപ്പയുടെ ഇല, മുരിങ്ങയുടെ ഇല, അതുപോലെ തന്നെ ഈ വേപ്പിലൊക്കെ, ആര്യവേപ്പിൻ്റെ ഇല, ഇഞ്ചി ശരിക്ക് ഇതാക്കിയിട്ട്. പിന്നെ ഞങ്ങൾ കാന്താരി കഷായം, കാന്താരി മുളകും വെളുത്തുള്ളിയും കൂടെ മിക്സിയിൽ വടിയടിച്ചിട്ട് അരിച്ച് അതൊരടി അടിച്ചാണ്ട് ഒരു സാധനം ഒരിക്കില്ല, ജീവനും കൊണ്ട് അവൻ പമ്പ എടുക്കും. നമസ്കാരം, ഏവർക്കും നമസ്കാരം. ഇടപ്പറമ്പിൽ ഫാംസിൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ എപ്പോഴും കാണാറുള്ളതാണ്. ഒത്തിരി ഇൻഫർമേഷൻ എനിക്ക് ഇടപ്പറമ്പിൽ ഫാംസിൻ്റെ യൂട്യൂബിൽ കൂടി കിട്ടിയിട്ടുണ്ട് എന്ന സന്തോഷത്തോടു കൂടി ആദ്യമേ പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അത് സിനൂബി ആണെങ്കിലും അങ്ങേരുടെ ഹസ്ബൻഡിൻ്റെ ഒരു ഇതും എല്ലാം നമുക്ക് വളരെ ഇൻഫോർമേറ്റീവാണ്. കേരള ജനതയ്ക്ക് തന്നെ ഇടപ്പറമ്പിൽ ഫാംസ് നന്നായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് ഈ അവസരത്തിൽ പറയാൻ സന്തോഷത്തോടു കൂടി പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. 1000 പയർ വിത്തുകൾ എന്ന് പറയുന്ന പ്രോജക്റ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പഴയ കാലഘട്ടത്ത് 1950 കാലഘട്ടത്ത് പയർ വിത്തുകളെല്ലാം എണ്ണിയിട്ട് ജൈവ വളങ്ങളിട്ട് ജൈവ കഷായങ്ങൾ അടിച്ച് ആണ് അന്നൊക്കെ എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇടക്കാലം കൊണ്ട് അത് മാറി പോയി. എന്തായാലും മിസ്റ്റർ ജോഷിയുടെ നേതൃത്വത്തിലുള്ള ഈ പർട്ടിക്കുലർ ലാൻഡിൽ നിന്ന് അങ്ങേരെ യങ്സ്റ്റേഴ്സിനെ കുറച്ച് കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം മിസ്റ്റർ ജോഷി പ്രകടിപ്പിക്കുന്നുണ്ട്. ശനിയും ഞായറും വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ അത് വന്ന് കാണുകയല്ല, വർക്കിംഗ് ഡ്രസ്സോടുകൂടി ഇവിടെ വന്ന് ഫെർട്ടിലൈസർ ഉണ്ടാക്കാനും
ഈ മണ്ണിനെ തൊട്ടറിയാനും മണ്ണിൽ പണിയാനും വില്ലിംഗ് ആയിട്ടുള്ളവർ മാത്രം വൈകുന്നേരം 4 മണി തുടങ്ങി 6 മണി വരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അത് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. തിയറി ക്ലാസ് അല്ല, ഇവിടെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് ഫുള്ളി പ്രാക്ടിക്കലാണ്. ഇപ്പം തന്നെ നമുക്ക് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഒത്തിരി കേരളത്തിൽ നിന്നുള്ള ഡയറക്ടേഴ്സ് ഇവിടെ വരുന്നുണ്ട്. വിദേശികൾ ഇവിടെ വരാൻ അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ട്. ഗൗരവമായിട്ട് കൃഷിയെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് കൃത്യമായിട്ട് അപ്പോയിൻമെന്റ്സ് എടുത്ത് അവർക്ക് ഇവിടെ വരാവുന്നതാണ്. ഇത്തരത്തിലൊരു കൺസെപ്റ്റ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭൂമിയിൽ കൊണ്ടുവരുന്നത്? അതായത് 50-60 കാലഘട്ടത്തിലെല്ലാം രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല. അപ്പോൾ അന്നത്തെ കാലഘട്ടത്ത് ഉണ്ടാക്കിയിരുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് സൂപ്പർ ക്വാളിറ്റി ആയിരുന്നു. അപ്പോൾ അതേ ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് 1000 വിത്തുകൾ എന്ന പ്രോജക്റ്റ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. ഈ പറഞ്ഞ 1000 വിത്ത് എന്ന് ഉദ്ദേശിക്കുമ്പോൾ 1000 ചെടികൾ, 1000 ഈ പയറ് വിത്തുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്? അത് 1000 തരത്തിലുള്ള വിത്തുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്? 1000 പയർ ചെടികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്, 1000 തരമല്ല. ഞങ്ങൾ 2 വെറൈറ്റിയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അനശ്വര എന്ന് പറയുന്ന വെറൈറ്റി, കൈരളി എന്ന് പറയുന്ന 2 വെറൈറ്റി പയർ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ 1000 ചോട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു പ്രൊഡക്ഷൻ സ്ട്രാറ്റജി ഞങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഒരു ഇത്ര കിട്ടും നമുക്ക്. അതെല്ലാം നമ്മൾ ഇവിടെ ഡയറക്റ്റ് വരുന്നവരോട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കും. ഇത്തവണ തന്നെ 1000 വിത്തിന് വേറെ പ്രോജക്റ്റുകൾ ചെയ്യാമോ എന്ന് വെച്ചിട്ട് ആളുകൾ വിളിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ അതിനുള്ളൊരു സമയം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇത് ചെയ്തു. 1000 വിത്ത് ഇറക്കാൻ വേണ്ടി എന്തോരം ലാൻഡ് നമ്മളോട് യൂസ് ചെയ്തിട്ടുണ്ട്? നമുക്ക് 1000 വിത്തുകൾ ഇറക്കാൻ ശരിക്കും 50 സെന്റ് സ്ഥലം മതി. അതിന്റെ അകലം, അതിന്റെ ഒരു ഇത് കാര്യങ്ങളെല്ലാം 50 സെന്റ് സ്ഥലവും സുഭിക്ഷമായിട്ടുള്ള വെള്ളവും ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാം. പക്ഷേ ഈ പയർ കൃഷി അല്ലെങ്കിൽ ഓരോ ഐറ്റം പച്ചക്കറി ചെയ്യാൻ ഓരോ കാലഘട്ടമുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഫെബ്രുവരി മാസത്തോടു കൂടി പയർ, പിന്നെ അതിൽ കൂടുതൽ പയർ എന്നും കൃഷി ചെയ്യാം. പക്ഷേ കൂടുതൽ വിളവുകൾ തരുന്ന 5 മാസക്കാലത്താണ് ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ, സീസണിലാണ്. അപ്പോൾ അടുത്ത വർഷം പയർ കൃഷി 1000 വിത്തുകൾ ചെയ്ത് അവർക്കൊരു വരുമാനം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷമേ അതിൻ്റെ ട്രയൽ തുടങ്ങണം. അതിൻ്റെ പരിശീലനം മനസ്സിലാക്കി സൂര്യപ്രകാശത്തിൻ്റെ വരവ്, അതിന് ജലലഭ്യത, ആ സസ്യം വലിക്കുന്ന ജലത്തിൻ്റെ കണ്ടന്റുകൾ, ഇതെല്ലാം നോക്കി പഠിച്ച ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്തരത്തിൽ കൃഷിയിലേക്ക് ഇറങ്ങിയാൽ നല്ലൊരു വരുമാനം നമുക്ക് കിട്ടും എന്ന് ഉറപ്പുണ്ടോ? എന്ത് കാര്യത്തിനും മുന്നൊരുക്കം വളരെ പ്രാധാന്യമാണ്. ഒരാളുടെ നോളജ്, ആ ഒരു നോളജ് എന്ന് പറയുന്നത് അത് കാർഷിക വൃത്തിയിലായാലും അധ്യാപക വൃത്തിയിലായാലും അല്ലെങ്കിൽ ഏത് വൃത്തിയിലായാലും ആ വ്യക്തി അക്വയർ ചെയ്യുന്ന നോളജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ നോളജിനെ വിറ്റിട്ടാണല്ലോ എല്ലാവരും അവരവരുടെ നോളജിനെ സെയിൽ ചെയ്തിട്ടാണ് എല്ലാവരും വരുമാനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേമാതിരി നമുക്ക് ഈ കൃഷിയിൽ നിന്ന് ഒത്തിരി ലാഭങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനം ആവശ്യമാണ്. ഇതാണ് മൾട്ടി ക്രോപ്പ് സിസ്റ്റം. ഇപ്പൊ ഇവിടെ എടുത്തോണ്ടിരിക്കുന്നത് വെണ്ടക്കുഴിയാണ്. ഈ കാണുന്നത് വെണ്ട ഇടാനുള്ള കുഴിയാണ്. ഇവിടെ നമ്മൾ 10 ദിവസം 15 ദിവസം നനച്ചു കഴിയുമ്പോൾ ഇതിന്റെ അടിയിൽ കൂടിയുള്ള വെള്ളം പയറിലേക്കെല്ലാം വ്യാപിച്ച് ഈ ഭാഗങ്ങളിലെല്ലാം തണുപ്പാവും. തണുപ്പായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങള് 45-ാം ദിവസം പയറിന്റെ പൂവ് വരുന്ന ദിവസം തന്നെ ഞങ്ങളിവിടെ വെണ്ടക്കുരു നിക്ഷേപിക്കും. അപ്പോൾ ഇതിനകത്ത് കണ്ടിന്യൂസ് ഇൻകമാണ്. പയർ കഴിഞ്ഞ ഉടൻ തന്നെ വെണ്ട എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങളിപ്പം പ്ലാൻ ചെയ്ത് പോകുന്നത്. അപ്പൊ എപ്പോഴും റൊട്ടേഷൻ ഇൻകം വന്നുകൊണ്ടേയിരിക്കും. റൊട്ടേഷൻ കൃഷി ഉള്ളിടത്തെ ഇത് വിജയിക്കുള്ളൂ. കാരണം കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇൻകം അവന്റെ ജീവ ശ്വാസമാണ്. അപ്പൊ ആ ഒരു ശ്വാസം നിലനിർത്തണമെങ്കിൽ ഇതിന്റെ ഒപ്പം തന്നെ ഇത് തീരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇതിനോടനുബന്ധിച്ചുള്ള ഇൻകം ആ കർഷകന് കിട്ടിയേ പറ്റൂ. വെണ്ടയ്ക്ക് ശേഷം എന്താണ് പ്ലാൻ? വെണ്ടയ്ക്ക് ശേഷം നമ്മൾ കാലാവസ്ഥയും കൂടി നോക്കി കഴിഞ്ഞിട്ട് അടുത്ത ക്രോപ്പ് പ്ലാൻ ചെയ്യുള്ളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഒരു ലക്ഷ്യം എന്താണെന്നൊന്ന് പറയാമോ? ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം 1950-60 കാലഘട്ടത്തിലുണ്ടായിരുന്ന കൃഷിയെ ഒന്നും കൂടി പുനർജീവിക്കുക. അതിൻ്റെ ജൈവ കീടനാശിനികൾ കൃത്യമായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പഠിപ്പിക്കുന്നു. ഞങ്ങളിവിടെ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവർ പഠിക്കാൻ വരുന്നവർ കൃത്യമായിട്ട് അവരുടെ വർക്കിംഗ് ഡ്രസ്സും അവർക്ക് എന്തെങ്കിലും ആയുധങ്ങൾ, ചെറിയ മണ്ണിൽ പണിയെടുക്കാവുന്ന ചെറിയ ആയുധങ്ങളും കൊണ്ട് ശനിയും ഞായറും ദിവസങ്ങളിൽ വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ 2 മണിക്കൂറേ ഞങ്ങളിവിടെ ഫ്രീ ആയിട്ട് ഉണ്ടാവുള്ളൂ.
ഓക്കെ. കാരണം നമ്മളിവിടെ ലൈറ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് അതെ, അതെ, അതെ. കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. പകല് സമയം കിട്ടാത്തത് കൊണ്ടാണ്. ആണല്ലേ. അപ്പോൾ ആ ഒരു 2 മണിക്കൂർ അവർക്ക് വേണ്ടി ഞങ്ങൾ യങ്സ്റ്റേഴ്സിന് വേണ്ടി ഞങ്ങൾ Youngsters ഡെഡിക്കേറ്റ് ന് ചെയ്യാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. വന്നവർ ആഗ്രഹം പ്രകടിപ്പിച്ച് വരുന്നവർക്ക്. ഇത് നമ്മുടെ സ്വന്തം കപ്പ. വാവ്, കൊള്ളാം. ഒന്നുമില്ല, കാര്യമൊന്നുമില്ല, ഒടിഞ്ഞു പോയി. എലി എടുത്ത പൊട്ടിപ്പോയല്ലോ അല്ലേ? നമുക്ക് പൊട്ടിപ്പോയി. വേറെ പറിക്കാം. ഓക്കെ. എലി എടുത്ത പൊളിക്ക്. എൻ്റെ അമ്മേ. ഇതാണെങ്കിലാ ആ പൊട്ടി തോന്നുന്നുണ്ട്. ഇന്ന് കിഴങ്ങ് കുറവാ. കിഴച്ച് കുറവാണല്ലേ? കിഴങ്ങ് കുറവാ. എലിയുടെ ശല്യമുണ്ട്. ഈ കാരണത്ത് എത്ര മൂടുണ്ട് ചേട്ടാ? ഇതൊരു 1000 മൂട് വേണം. ഇതാ അമ്പോ, അടിപൊളി. മൊത്തം ഉണ്ട്, അതൊക്കെ ഉണ്ട്. പിന്നെ അങ്ങേ സൈഡുണ്ട്, അപ്പുറം ഉണ്ട് അല്ലേ? അങ്ങേ സൈഡുണ്ട്, അങ്ങേ സൈഡുണ്ട്. ഇവിടെ വന്നവർക്ക് കൊടുക്കും. ഇവിടെ കച്ചവടക്കാർ വരും, പിന്നെ വീട്ടുകാരൊക്കെ വരും, ആണല്ലേ? കാറ്ററിംഗുകാർ ഒക്കെ എത്ര കൊടുക്കും എല്ലാവർക്കും. ആ. അടിപൊളി. ഇതും കൂടി ഒന്ന് പറിക്കാൻ പോവാ ചേട്ടൻ. പറിക്കാൻ മുമ്പെത്തുണ്ട്. എനിക്ക് തൂമ്പ വേണ്ടി വരുമോ? ഒരാൾക്ക് ഇത് ഇച്ചിരി കൂളുണ്ടെന്ന് തോന്നല്ലേ? ഇല്ലല്ല, ഇതെന്ത് പ്രശ്നം? എലിന്ന് തവിടേക്ക് എലി പിടിച്ചിട്ടുണ്ടല്ലേ? എലിയുടെ ഭയങ്കര ശല്യ. ഈ എലിനെ ഓടിക്കാൻ എന്താ ചെയ്യാ? എലീനെ ഓടിക്കാൻ എലിവിഷമൊക്കെ വയ്ക്കണം. എലി വിഷം. ഞാൻ അതൊന്നും ഇപ്പൊ കിട്ടിയ കപ്പ് ഇതൊക്കെയാണ് കേട്ടോ. എന്താ കണ്ടോളൂ. ഒരാൾക്ക് ഒരു 15 കിലോത്തിന് ഇപ്പോൾ ഒരാൾ. ഇപ്പോൾ വരും. അത് എന്നോട് പറിച്ച് വയ്ക്കാൻ പറഞ്ഞാണ്. ഇപ്പൊ തൂക്കി കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടോ? അതെല്ലാവരും ഉണ്ട്. എല്ലാ ഇതുണ്ട് നമ്മുടെ അടുത്തല്ലേ? എല്ലാ സാധനവും ഉണ്ട്. അടിപൊളി. ഇതൊന്നും ചൊവ്വായില്ല. എലി തവിടേക്ക്. അവസ്ഥ ഭയങ്കര അപ്പോളായിരുന്നു. ആണല്ലേ? 10 കിലോ 12 കിലോൻ്റെ ഒരു കഴിഞ്ഞു. ഒറ്റതിൻ്റെ ഭയങ്കര അപ്പയായിരുന്നു. ഇതിപ്പോൾ നമ്മളെ കൊണ്ട് നോക്കിയാൽ നോട്ടത്തല്ല. അതാണ് എല്ലാത്തിനും ഞാൻ തന്നെ ഓടണ്ടേ. അത് തന്നെ. എല്ലാത്തിനും ഇത് കൊള്ളാം അല്ലേ? കൊള്ളാം. അപ്പം മൂപ്പാവണുള്ളൂ. ഇതായില്ല. മൂപ്പാവണുള്ളൂ അല്ലേ? മൂപ്പായില്ല. ഇതാക്കണ്ട. അടിപൊളി. മൂപ്പായിട്ടില്ല. ഇത് ഇച്ചിരി കേടായി പോയി. ഇച്ചിരി കേടായി. ഇതുപോലെ കപ്പ കൃഷി ചെയ്തിട്ട് അടുത്തത് വല്ല പയറൊക്കെ ആയിരിക്കും. പച്ചക്കറി എന്തെങ്കിലും നടും. ഇതിൻ്റെ ഇടയ്ക്കക്കടെ ഞാൻ ഈ കപ്പ കുത്തുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കക്കടെ പയറും വെണ്ടയിടും. സൈഡ് ഇടവളയായിട്ട്. അങ്ങനല്ലേ? ശരിക്കും ഉണ്ടാവും. ഇടവള ചെയ്യണം. എന്ത് കൃഷി ചെയ്താലും അതിൻ്റെ ഇടയ്ക്ക് ഇടവള ചെയ്യണം. ഓക്കെ. എന്നാലും നമുക്ക് അതിന് വേറെ മുടക്കൊന്നുമില്ല. ഒഴുകണ വെള്ളത്തിലെത്തൂ. അതെ 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 അതെ. ഒഴുകണ വെള്ളത്തിൽ തെക്കണ വെള്ളം ലാഭം എന്നാണ് അതന്നെ നമ്മളെ കൃഷിയുടെ പോളിസി. ശരിക്കുള്ള കർഷകർ ഇതാ ഇങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. ഇതൊക്കെ ഒടിയാണ്. പിന്നെ മഴ പെയ്തിട്ടേ പോയി. മഴ നമ്മളെ ശല്യപ്പെടുത്തി. മഴ വെള്ളം കെട്ടി ചീഞ്ഞിട്ട് ആകെ ഇതായി. ഇത് കൊള്ളാല്ലേ? കിഴങ്ങ് അരി വയ്ക്കണുള്ളൂ. വലിപ്പേ കിഴങ്ങ് വലിപ്പം വയ്ക്കണുള്ളൂ. ഇത് 10 മാസത്തെ കപ്പ. 1 കൊല്ലം കഴിയണം. 10 മാസത്തെ കപ്പയാണല്ലേ? ഒരു കൊല്ലമാണ് ഇതിൻ്റെ ശരി കണക്ക്. ഓഹോ. കപ്പ വലിപ്പമായില്ല. ഈ കാണുന്നതാണ് ചേട്ടനെ തേനീച്ചക്കൂട് അല്ലേ? 10 കൂട്ടുണ്ട്. 10 കൂട്ടുണ്ട്. ഓപ്പൺ ചെയ്യണേ കുത്തുള്ളൂ ഇല്ലല്ലേ? കുത്തൊന്നും കൊള്ളില്ലെങ്കിൽ അതൊക്കെ ഒന്ന് തുറക്കുകയാണെങ്കിൽ. ഈ സാധനം ഇറക്കിയിട്ടുണ്ടല്ലോ, ഒരു അട താഴ്ത്തിക്ക് അടിക്കും. അയ്യോ, മൊത്തം പോഞ്ഞു. നിങ്ങളൊക്കെ അപ്പം തന്നെ വടിയായി പോകും. എന്നെ കൊത്തി തവിടൊടിയാക്കി മൊത്തം പൊളച്ചു. അത് നമുക്കൊന്നും കുഴപ്പമില്ല. സൂക്ഷിച്ചെടുത്താ മതി. ഈ ചകിരി എന്തിനാ കേട്ടോ വെച്ചണേ? അത് നിങ്ങൾക്ക് പഞ്ചസാര ലൈന് 10 ദിവസം കൂടുമ്പോൾ കൊടുക്കും. അപ്പോൾ അത് എപ്പോഴാണ് ഈ നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് കയറി വരുള്ളൂ. ഇതിപ്പോൾ ഡിസിഷൻ ചെയ്യാറുണ്ട് ഉണ്ടല്ലേ? ഇത് അങ്ങനെ ആക്രമിക്കില്ല. ഇതിനെന്തെങ്കിലും ചെയ്താൽ മാത്രമേ ആക്രമിക്കുള്ളൂ, അല്ലെങ്കിൽ ആക്രമിക്കുന്നില്ല. പിന്നെ ഇതിന്റെ കൊത്ത് നമുക്ക് ഒരു പ്രതിരോധ ശക്തിയാണ്. ഇതിന്റെ തേനെടുക്കുന്ന സമയത്തെ ഇത് നിങ്ങൾ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവും.
ഓക്കെ ഓക്കെ ശരിക്കും പുകയ്ക്കണം. പുറത്തൊക്കെയാണ് മുഖാവരണമൊക്കെ ഇട്ട് മൊത്തം കവർ ചെയ്യും. അതെ 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 എന്നിട്ടാണ് എടുക്കണേ. ഇട്ടോണം ചെയ്യാൻ. ഉറുമ്പ് കയറാനിരിക്കാനായിരിക്കും ഈ കാണുന്ന വെള്ളം വെച്ചാൽ അല്ലേ. അപ്പം എന്തായാലും മീൻ കൃഷി കാണാം നമുക്കിന്. ഇത്തരത്തിലുള്ള പറമ്പിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം, കാരണം കുഴി ഉണ്ടാവും എന്നുള്ള സംഭവം അല്ലേ. കുഴി ആണല്ലേ. ഓ റെഡ് ലേഡി കപ്പങ്ങ. ഓക്കെ ഓക്കെ. ഇനി ചെറിയ കണ്ടോട്ടാ. ഓക്കെ. ഇങ്ങനെ കാലത്തെ കൃഷിയിടത്ത് ഇത്തരത്തിൽ വരുമ്പോൾ ഒരു സുഖം തന്നെയാണല്ലേ. മനസ്സിന് ഏറ്റവും വലിയ സന്തോഷമല്ലേ, ഒരു അസുഖം ഉണ്ടാവില്ല മനുഷ്യന്. അതെ 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 എല്ലാവരും പോണ്ട മുമ്പിലല്ലേ കയറിയിരിക്കുന്നത്. അതെ അതെ പോണ്ട മുമ്പിലാണ് എല്ലാവരും. ഇതൊക്കെ തീറ്റയായിട്ട് കൊടുക്കുമ്പോഴൊക്കെ നല്ല ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റാണ്. ഇത് വെള്ളം തുറന്നിട്ടേക്കാം, ഓപ്പൺ ആക്കിയിട്ടേക്കാണല്ലേ അവിടെ. ദ്രാലത്തിൻ്റെ അത് ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. ഈ വെള്ളം ഇങ്ങനെ നിൽക്കണായിരുന്ന വെള്ളം അവിടുന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുക. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ വന്ന് തീറ്റ എടുക്കുള്ളൂ. കുറച്ച് നേരം കഴിയണം. എത്രത്തോളം മീനുണ്ട് ചേട്ടാ? ഇതിൽ 10,000-2000 മീനിട്ടുണ്ട്. ഇടണല്ലേ. വെള്ളം കയറി ഇറങ്ങിയപ്പോൾ ആണെങ്കിൽ ഒരു 10,000 മീനാണ്. ഇപ്പോൾ ഈ കുളത്തിലെ ചപ്പും ചവറൊക്കെയാണ് വാരിയാണ് ഈ കണ്ടത്തിൽ. അതുപോലെ തന്നെ കൊന്നയുടെ ചവറാണ് മെയിനായിട്ട്. കൊന്നയുടെ ചവർ ഞാൻ ശരിക്ക് ആളെ നിർത്തി വെട്ടിയിരിക്കുകയാണ്. കാണുന്ന കണ്ടത്തിലേക്കാണ് ചപ്പും ചവറും വളം അല്ലേ. ഈ കണ്ടത്തിലേക്ക് അത് ഇപ്പൊ കിളി ഇറങ്ങിയില്ല. കൊക്കിന്റെ ഭയങ്കര ശല്യം. കൊക്കൊക്കെ ചവിട്ടിക്കൂട്ടുന്നത് നട്ടുള്ളത്. ഇന്നലെ നട്ടു പോയുള്ളൂ. ഇനിയിപ്പോ പാട് മെഷീന്റെ ആണല്ലേ. ഇതാ മെഷീൻ്റെ. ഈ നാളെ ഇനി വെള്ളം തിരിക്കാൻ പറ്റുള്ളൂ. വെള്ളം തിരിച്ചാലൊക്കെ കൊക്കി ചവിട്ടിക്കൂട്ടി ചവിട്ടുള്ളൂ. എത്രത്തോളം ഏക്കറിലുണ്ട് ചേട്ടാ? ഇതിപ്പോ 1 ഏക്കറുള്ളൂ. വേറെ സ്ഥലമുണ്ട്. ആണല്ലേ. നമ്മളെ കൂട്ടിയാൽ കൂടില്ല. ഞാൻ തന്നെ ഒഴിവാക്കാം എല്ലാ പരിപാടിയും. എല്ലാം നമ്മൾ തന്നെയാണ്. ആളെ ഇത് ഞാറ് വർക്കൊന്ന് ഇപ്പൊ നടാനുള്ളതാണല്ലേ. ഈ നട്ട് കഴിഞ്ഞാൽ ബാക്കിയാണ്. ഇത് 15 ദിവസം ഉണ്ടാവും. അത്ര ഉണ്ടാവല്ലേ. 12 മുതൽ 16 ദിവസത്തിന് മുമ്പ് നടണം. മുകളിൽ വെച്ച് പോളൂ ഞാറ്. എങ്ങനെ? അത്തരത്തിലല്ലേ. താത്തി കുത്തൂല. അപ്പൊ നല്ല വിളവുണ്ടാവും. മുകളിലാണ് വളം മൊത്തം കിടക്കണേ. ഓക്കെ ഓക്കെ. അങ്ങനെ മുകളിലാണ് കിടക്കണേ. അപ്പൊ ഇതില് തന്നെ ഒരു 20-25 ട്രോളി ചാണകം കിട്ടുന്നുണ്ട് ഇതിലല്ലേ. ഈ ഒരു കണ്ടത്തിൽ. ഒറ്റ കണ്ടത്തില്. അടിപൊളി. ചാണകം ഇപ്പൊ എവിടെന്ന് വാങ്ങണേ? ചാണകം ഇവിടെ അടുത്തുനിന്ന് നമുക്ക് സ്ഥലത്ത് അവര് ചാണകം മൊത്തം ഞാൻ മാറ്റണേ. ഫാമാണോ? ഇന്നിപ്പോ കൊണ്ടുവരണം. ആണല്ലേ. ഇന്നിപ്പോ എടുത്തിട്ട് ഇന്നലെ കൊണ്ടാണ് അവിടെ പറമ്പിലിട്ടു. പിന്നെ ചാണകം വീട്ടിലേ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടല്ലേ. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അയ്യോ അടിപൊളി. ശീലാണ് നമുക്ക് അല്ലേ. നമുക്ക് ശീലാണ്. അത് തന്നെ അത് തന്നെ. വള്ളിപ്പയറല്ലേ? തീരാറായി അത്. തത്ത കാണുന്ന പോലെ അല്ല തത്ത അല്ലേ. വാ കൊള്ളട്ടോ. അതെ അടിപൊളി സൂപ്പർ അല്ലേ. ഞാനിത് പറിക്കാൻ എന്റെ വയറിറത്ത് തിന്നിട്ടാ ഞാൻ വീട്ടിലേക്ക് വിടാം. പിന്നെ ടേസ്റ്റ് ഇത്രയും ഫ്രഷ് ആയിട്ട് അല്ലേ. കണ്ണെടുത്തോട്ടെ. സൂപ്പർ. ഇത്രയ്ക്ക് ടേസ്റ്റോട് കൂടി ഞാൻ വെണ്ടക്ക കഴിച്ചിട്ടില്ല കേട്ടോ. അടിപൊളി സൂപ്പർ എന്നല്ല പറയണ്ടേ.
അതുക്ക് മേലെ. ഇതൊക്കെ ഉണ്ടായി കിടന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ? പിന്നല്ല. പിന്നെ ഇതൊക്കെ ഒന്ന് ധൈര്യമായിട്ട് കഴിക്കാം. അതെ അതെ അതെ. പച്ചക്ക് ഒന്നും മേടിക്കുന്ന സാധനം കഴിക്കാൻ പറ്റുമോ? എൻ്റെ അമ്മ, ഇത്രയും ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന മിക്കവരും കർഷകർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ തിന്നോ. താങ്ക് യു. എൻ്റെ വയർ നിറയുന്നു. ഇത് ഡെയിലി പറിക്കണം, എല്ലാ ദിവസവും. ആണല്ലേ? ഡെയിലി പറിക്കണം. ഡെയിലി പറിക്കണം. എല്ലാ സാധനവും ഡെയിലി പറിക്കണം. വെണ്ടയ്ക്കൊക്കെ മൂത്ത് പോയാൽ പിന്നെ കൊള്ളാം. ഇത് കുറ്റിപ്പയർ ഇത്തരത്തിൽ പറിച്ചിട്ട് അപ്പൊ കടകളിൽ കൊടുക്കണോ അതോ? ആ കടകളിൽ പിന്നെ നമ്മുടെ അടുത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എന്തോ സാധനം ഉണ്ടെങ്കിലും മേടിക്കാറുണ്ട്. കടക്കാർ മേടിക്കും. ഇത്രയും ഫ്രഷ് സാധനല്ലേ, പിന്നെ വാങ്ങിക്കാതിരിക്കോ? നമ്മൾ ജൈവമായിട്ട് ഉണ്ടാക്കണേ. അതന്നെ. ആ 80 രൂപ കൊടുക്കണേ. 80 രൂപയ്ക്കാണ് വെണ്ടയ്ക്ക കൊടുക്കണേ. ചോളം വെണ്ടയ്ക്ക 100 രൂപ. കൊള്ളാം. വേണ്ട വെള്ളിരിക്കണ്ട. ആ വെള്ളരിക്കണ്ടായിട്ട് അടിപൊളി. അവിടെ ഇതുണ്ട്. എന്തുവാ അത്? ഒന്ന് അത്രയും പോയി പോയിട്ട് വരാം. അയ്യോ അതാരാ? ഇത് തക്കാളി. മറന്നുപോയി. ചെറിയ ചെറിയ ഇതാണല്ലോ. ഉണ്ടാവണുള്ളൂ. ഇത് ഇടയ്ക്കൊക്കെ ചെയ്താക്കുന്നുണ്ട്. ഇനി ഇപ്പം ഇതിൻ്റെ മുകളിലേക്ക് ചാണാടും. ഇതൊക്കെ പറിച്ചു തന്നിട്ട് ഇത് മൂടും. ഇതിപ്പോൾ ചാണപ്പൊടി ഇട്ട് ഞാൻ മൂടിയാക്കണ്ട. ഇന്നിപ്പോൾ ഈ പയറും പറിക്കാറായിട്ടുണ്ട്. ഡെയിലി പറിക്കണം. സൂപ്പർ. ശരിക്കും വെയിലിറങ്ങി വന്നേ ഉള്ളതേ. നോക്കി അടിപൊളി. ഇഷ്ടത്തോട്ട് ചെരുപ്പ് ഇടില്ല ചേട്ടല്ലേ? ഇത് കറുത്ത മിച്ചറെന്ന് പറഞ്ഞാൽ ഏറ്റവും ടേസ്റ്റുള്ള വറുക്കാനൊക്കെ. കറുത്ത മിച്ചറല്ലേ? കപ്പയുടെ രാജാവാണിത്. ഇത് എത്ര മാസം കൊണ്ട് ആളാവും? ഇത് 1 കൊല്ലം വേണം. 1 കൊല്ലം വേണം. എന്നാലും നല്ല വലിപ്പം വയ്ക്കുള്ളൂ. പിന്നെ കാണാൻ വേണ്ടി ടില്ലറാണല്ലേ? അല്ലേ? ഏറ്റിട്ടുള്ളൂ. ഇനിയിപ്പോ എത്രത്തോളം പഴക്കം ഉണ്ടാവന്? ഇത് 90-ന് മേടിച്ച വണ്ടിയാ. അടിപൊളി. 90 മാത്രമേ ഉള്ളൂ. വണ്ടി ഇപ്പോഴും നല്ല അടിപൊളി. ഇടപ്പറമ്പിൽ ഫാംസിൻ്റെ സ്ഥിരം വ്യൂവേഴ്സിന് ഈ ഫാം കാണാനായിട്ട് ജാനുവരി 3, 2026 ജാനുവരി 3-ന് നമ്മൾ ഒരവസരം ഒരുക്കുന്നുണ്ട്. കൃഷിയെ നന്നായി സ്നേഹിക്കുകയും കൃഷി ചെയ്യാൻ താല്പര്യമുള്ള 30 വയസ്സിൻ്റെ താഴെയുള്ള ആർക്കെങ്കിലുമൊക്കെ ഇത് കണ്ട് പഠിക്കാനായിട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഫാമിലേക്ക് വരാവുന്നതാണ്. ഒപ്പം തന്നെ നമുക്കറിയാം ഇതിൻ്റെ അകത്ത് വില്ലേജിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്ന് 3 കിലോമീറ്റർ അകത്താണ്. ബസ് സൗകര്യം കുറവാണ് എന്നുകൂടി എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് 30 വയസ്സിൽ താഴെയുള്ള എല്ലാവരെയും നമുക്ക് താല്പര്യമുള്ളവരെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വാട്സപ്പ് ലിങ്കും ഉണ്ടാവും. ഇമെയിൽ ഐഡിയും കൊടുത്തിട്ടുണ്ട്. അതുവഴി ഞങ്ങളെ ബന്ധപ്പെട്ട് വരാവുന്നതാണ്. നന്ദി, നമസ്കാരം. അപ്പോൾ ഇത്ര സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് 50 വർഷത്തിലേറെയായിട്ട് കൃഷി തൊഴിലാക്കിയ ജോഷി ചേട്ടൻ്റെ കൃഷിയിടത്തിലെ കാഴ്ചകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ നമസ്കാരം.